പൊളിറ്റിക്കലി കറക്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഒരു സിനിമ എന്നത് മലയാളിയെ സംബന്ധിച്ച് ചെറുപ്പത്തിൽ അവരുടെ ജീവിതത്തിലെ ആദർശവും ആശയവും മറ്റും വളർത്തിയെടുക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒരു മാധ്യമമാണ്. മലയാള സിനിമ ലോക പ്രശസ്തമാണ്. അതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ അവതരണത്തിലും അതിന്റെ പ്രമേയങ്ങളിലും എല്ലാത്തിലും അഭിനയത്തിലും മറ്റും. ഇത്തരത്തിൽ മലയാളിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന സിനിമ പോലും ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മുടെ സമൂഹത്തിന്റെ സിനിമയിലേക്കുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച്, സിനിമയിലെ പ്രമേയത്തിലേക്കുള്ള കടന്നുകയറ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കാര്യം പറയുമ്പോൾ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വിപത്തുകളായ ജാതി വ്യവസ്ഥയും മറ്റും വളരെ വലിയ ചീത്തപ്പേര് കേൾപ്പിച്ച കാലമുണ്ടായിരുന്നു, കാലങ്ങൾക്ക് മുമ്പ്. ആ കാലത്തിൽ നിന്ന് മാറി നമ്മൾ ഒരുപാട് മുമ്പോട്ട് വന്നു കഴിഞ്ഞു, കാലം മാറിക്കഴിഞ്ഞു. പക്ഷേ നമ്മുടെ കാലഘട്ടം, ഈ നൂറ്റാണ്ട് കാണുന്ന ചിന്തകൾ നമുക്ക് ഒരു സാമൂഹ്യ വിപത്തായി തന്നെ വരുമെന്നതിൽ സംശയമില്ല. ഇന്ന് വെറുപ്പ് വിൽക്കപ്പെടുന്നു. ആഹാരത്തിന് വേണ്ടി ഭക്ഷണം എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നു. അതിനുവേണ്ടി ഫ്രിഡ്ജ് ചെക്ക് ചെയ്ത് ആളുകളെ വെട്ടിക്കൊല്ലുന്നു. അത്തരത്തിലുള്ള പ്രവണതകളെല്ലാം തന്നെ നിർത്തപ്പെടേണ്ടതാണ്. ഇന്ന് കുറെ ആൾക്കാർ, നമ്മുടെ സമൂഹത്തിലെ ഒരു 50% പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ ആകൃഷ്ടരായി വലിയ ഒരു വിപത്തിന് സാക്ഷ്യം വഹിക്കാനായി അതിനെ പിന്താങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അത് മാറണം. അതിൽ എനിക്ക് വ്യക്തിപരമായി ഒരു വലിയ പ്രതീക്ഷയായി തോന്നുന്നത് നമ്മുടെ 2K കിഡ്സ്, 2000-ന് ശേഷം ജനിച്ച കുട്ടികൾ ഇതൊന്നും വലിയ കാര്യമായി എടുക്കുന്നില്ല. അവർ ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. അവർ വളരെ അഡ്വാൻസ്ഡ് ആണ്. കുറച്ചുകൂടെ കാര്യങ്ങളെ മുൻകൂട്ടി കാണാനും നല്ല ധാരണയോടുകൂടി സമീപിക്കാനുമുള്ള കഴിവ് അവർക്കുണ്ട് എന്ന് ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്നു. അതിൽ വലിയ ആത്മാഭിമാനമുണ്ട്. അത് മാത്രമല്ല, ഈ ജാതി വ്യവസ്ഥ പഴയ കാലത്ത് നിന്ന് തുടങ്ങി, തൊട്ടുകൂടായ്മയിലും തീണ്ടിക്കൂടായ്മയിൽ നിന്ന് തുടങ്ങി ഇന്ന് മാറ്റങ്ങൾ വന്ന് ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെ ഇത് ഉത്തേജിപ്പിക്കുന്നുണ്ടെങ്കിലും, ഇത് പലരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും, ഇതെല്ലാം അണയാൻ പോകുന്ന ഒരു വിളക്കിന്റെ ആളിക്കത്തിലായിട്ടാണ് ഞാൻ കാണുന്നത്.